പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് പേജിലൂടെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്ത കർത്തദാസന്മാർ, ബെൻസൺ ഡാനിയൽ പാസ്റ്റർ, കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് അണിയറ പ്രവർത്തകർക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ, സ്നേഹത്തെ അറിയിക്കുകയാണ്. അമേൻ. തങ്ങളിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അമേൻ ലോകരാജ്യങ്ങൾക്കകത്ത് വലിയ നിയോഗങ്ങൾക്ക്, വലിയ ഉണർവുകൾക്ക് കാരണമായി തീരട്ടെ എന്ന് ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ദിവസസന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അമേൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമേൻ രണ്ടാം വരവിനെ പറ്റിയാണല്ലോ. ഇന്ന് രാത്രിയിലും ആമേൻ ആ വിഷയത്തെപ്പറ്റി നിങ്ങളുമായി സംസാരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം അതിനെ ആധാരമാക്കി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിൽ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. ഉയരത്തിലെ നിർണയപ്രകാരം ഈ ഭൂമിയിലേക്ക് വന്ന് ഏകദേശം 33.5 വയസ്സുവരെ തന്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് പിതാവിന്റെ ഇഷ്ടം കാൽവറിയിൽ നിറവേറ്റി അവൻ ആ ദൗത്യത്തിനനുസരിച്ച് കാൽവറിയിൽ കുലമലത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ആമേൻ ആ മരണത്തെ അവിടുന്ന് ജയിക്കുകയും ചെയ്തു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ആ 40 ദിവസങ്ങളിൽ തങ്ങളുടെ ശിഷ്യന്മാരുമായി വ്യത്യസ്ത നിലവാരത്തിൽ അവരോട് സംസാരിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്തു. ഇങ്ങനെ വചനത്തിന്റെ അകത്ത് അവരെ ഉറപ്പിച്ചു വന്നതിന് ശേഷം, വചനത്തിന്റെ അകത്ത് വ്യത്യസ്ത മേഖലകളിൽ അവരെ ഉറപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവൻ അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവൻ ഉണ്ടായിരുന്ന ആ ഭീരുത്വം, ഏതോ അവൻ അരുമനാഥം നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾക്കകത്ത് അവരിൽ വെളിപ്പെട്ടു വന്ന ആ അവൻ ഭീരുത്വം, അവരിൽ വെളിപ്പെട്ടു വന്ന ആ പ്രതിസന്ധികളെ അവർ ഉടച്ചു മാറ്റിയതിനു ശേഷം അവർക്കകത്ത് ധൈര്യം കൈമാറ്റം ചെയ്ത്, അവർക്കകത്ത് വചനം കൈമാറ്റം ചെയ്ത് അവരെ ഉറപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരം അവരെ ഉറപ്പിച്ചതിന് ശേഷം, അവർക്കകത്ത് ധൈര്യം കൈമാറ്റം ചെയ്തതിന് ശേഷം നാം വായിക്കുന്ന ആ 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ യേശു അവരോട് 8-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വരുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അതുവരെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ ഇപ്രകാരം ഒരു ശക്തി ലഭിക്കുന്നത് വരെ യെരുശലേം വിട്ട് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ തന്നെ പാർപ്പിൻ. അവൻ നിങ്ങളുടെ മേൽ ഭീരുത്വം വരുന്ന സാഹചര്യങ്ങൾക്കകത്ത് ധൈര്യം വെളിപ്പെടുവോളം ഇതിന്റെ അകത്ത് തന്നെ കാത്തിരിക്കണം. ഇങ്ങനെ കാത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉറപ്പിച്ചതിന് ശേഷം അവരെ ഉറപ്പിച്ച് വചനത്തിന്റെ അകത്ത് ഉറപ്പിച്ചതിന് ശേഷം അവരുടെ മുമ്പിൽ വെച്ച് യേശു മേഘാരൂഢൻ അവരുടെ മുമ്പിൽ വെച്ച് ആ കാര്യങ്ങൾ കൈമാറ്റം ചെയ്തതിന് ശേഷം യേശു അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് അവരിൽ നിന്ന് ആ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അവരിങ്ങനെ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, ആ നോക്കി നിൽക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ദൂതന്മാർ കടന്നു വന്ന് 2 പുരുഷന്മാർ കടന്നു വന്ന് അവരോട് പറയുന്ന വാക്ക് പ്രകാരമാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിൽ പോയവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. ആമേൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വീണ്ടും മടങ്ങി വരിക തന്നെ ചെയ്യും. നമ്മെ ചേർക്കുവാൻ പ്രത്യാശയോടെ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ അരുമനാഥൻ എത്രയും വേഗം മേഘത്തിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയെപ്പറ്റി, യേശുവിന്റെ മടങ്ങിവരവിനെ പറ്റി വേദപുസ്തകത്തിന്റെ അകത്ത് ആദ്യം പ്രവചിക്കുന്നത്, ആദ്യം സംസാരിക്കുന്നത് ഹാനോക്കാണ്. ഈ ദർശനത്തെ തിരിച്ചറിഞ്ഞ, ഈ ദർശനത്തെ മനസ്സിലാക്കിയ
യൂദ തന്റെ ലേഖനത്തിന്റെ അകത്ത് ഇപ്രകാരം എഴുതി ചേർത്തു. ആമേൻ. 1000 വിശുദ്ധന്മാരുമായി പിതാവായി പുത്രൻ കടന്നു വരുന്നത് 1000 വിശുദ്ധന്മാരുമായി അവൻ നമ്മെ ചേർക്കുവാൻ വേണ്ടി വരുന്നുവെന്ന് യൂദ തന്റെ ലേഖനത്തിന്റെ അകത്ത് കൈമാറ്റം ചെയ്തു. ആമേൻ. പുതിയ നിയമത്തിന്റെ അകത്ത് ഏകദേശം 318 പ്രാവശ്യം അവൻ കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി പറയുന്നുണ്ട്. അവൻ പ്രിയമുള്ളവരെ, അവൻ പുതിയ നിയമത്തിന്റെ അകത്ത് ഏടുകൾ പരിശോധിക്കുമ്പോൾ അവൻ അപ്പന്റെ വരവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിരാത്രിക്കാലം ഒരു ഉറപ്പുണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ യേശു നമ്മെ ചേർക്കുവാൻ എത്രയും വേഗം വരിക തന്നെ ചെയ്യും. യേശുവിന്റെ ജനനത്തിങ്കൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ ജനനവുമായി കണക്ട് ചെയ്ത് അവൻ യേശുവിന്റെ ആ വരവിനെ പറ്റി വീണ്ടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ, അതായത് അവൻ മറിയുടെ ഉദരത്തിന്റെ അകത്ത് ശിശുവായി ജനിക്കുന്ന ആ ഒന്നാമത്തെ വരവിന്റെ ഇടയ്ക്ക് ദൂതൻ കൈമാറ്റം ചെയ്യുന്ന ഒരു ശബ്ദം ഇപ്രകാരമാണ്: നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ഈ പറയപ്പെട്ട നാല് കാര്യങ്ങൾ അവന്റെ യേശുപ്പച്ചന്റെ ഈ ഭൂമിയിലുള്ള ജനനത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചു. അവൻ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു, അവന് യേശു എന്ന് പേര് ഇട്ടു. നമുക്കറിയാം, അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ മേഖലകൾക്കകത്ത് അവൻ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ, ദൈവിക അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. അവൻ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ, അത്യുന്നതന്റെ പുത്രൻ എന്ന നീതിയിൽ അറിയപ്പെടുവാൻ, വിളിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ആമേൻ. ഇതേ പറഞ്ഞ പ്രവചനത്തിന്റെ അകത്ത് പിന്നീട് പറയുന്ന ദൂതൻ കൈമാറ്റപ്പെടുന്ന ശബ്ദം ഇപ്രകാരമാണ്: പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. തീർന്നില്ല, അവൻ യാക്കോബ് ഗ്രഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അന്ത്യം ഉണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ആദ്യം കൈമാറ്റം ചെയ്ത 4 പ്രവചനങ്ങൾ വെളിപ്പെട്ടുവെങ്കിൽ, ആ 4 പ്രവചനം വെളിപ്പെട്ടുവെങ്കിൽ ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ വെളിപ്പെട്ട നിൽക്കുന്ന പ്രവചനങ്ങൾ പോലെ തന്നെ പിന്നീട് ദൂതൻ കൈമാറ്റം ചെയ്ത പ്രവചനവും വെളിപ്പെടുക തന്നെ ചെയ്യും. അതേ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് യാക്കോബിന്റെ ഗ്രഹത്തിൽ എന്നേക്കും രാജാവായി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഭരണം നടത്തുവാൻ വേണ്ടി നമ്മുടെ അരിമനാഥൻ വാനമേഘത്തിൽ എത്രയും വേഗം വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ വിശ്വാസം, ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകട്ടെ. അവൻ വാനത്തെ മേഘത്തെ തേരാക്കി നമ്മെ ചേർക്കുവാൻ തന്നെ കാത്തിരിക്കുന്ന, പ്രത്യാശയോടെ അപ്പന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ ജനത്തെ കാണുവാൻ വേണ്ടി അരിമനാഥൻ എത്രയും വേഗം കടന്നു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എങ്ങനെ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേണ്ടി വരും? ദൂതൻ കൈമാറ്റം ചെയ്ത ആശയം തന്നെ, ദൂതൻ കൈമാറ്റം ചെയ്ത ആ ശബ്ദം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ. വചനത്തിന്റെ ഇപ്രകാരം അവൻ പോയതുപോലെ തന്നെ അവൻ നമ്മെ ചേർക്കുവാൻ വേണ്ടി മടങ്ങി വരും. അവൻ ജയിച്ച് കടന്നുപോയ സ്വർഗം ജയിച്ചവനായി തന്നെ ജയിക്കുന്നവരെ നേടുവാൻ വേണ്ടി താൻ കൈമാറ്റം ചെയ്തിരിക്കുന്ന കൽപ്പനകൾക്കകത്ത്, സ്വർഗം കൈമാറ്റം ചെയ്ത കൽപ്പനകൾക്കകത്ത് ജയിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി പോയതുപോലെ തന്നെ മടങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിലെ 27-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരം പറയുന്നു: മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ ആമേൻ, യേശുവിന്റെ വരവ് വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്രകാരം മനുഷ്യപുത്രൻ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രകാശത്തിന്റെ സഞ്ചാര വേഗതയെ പറ്റി ശാസ്ത്രം പറയുന്നത് ഇപ്രകാരമാണ്: 1,85,000 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. കണ്ണിമിക്കുന്ന നൊടി നേരത്തിങ്കൽ നാം പറന്നു പോകുമെന്ന് വചനം പറയുന്നു. പ്രകാശ വേഗതയ്ക്കകത്ത് ആ സെക്കൻഡുകൾക്കുള്ളിൽ നാം പറന്നു പോകുക തന്നെ ചെയ്യും. അപ്പന്റെ വരവിന്റെ അകത്ത് നാം പറന്ന് പോകുക തന്നെ ചെയ്യും. വചനം പിന്നെയും പറയുന്നു യേശുവിന്റെ വരവിനെ പറ്റി. ആമേൻ. തന്റെ ഒലിവുമല പ്രഭാഷണത്തിന്റെ അകത്ത് യേശു അപ്പച്ചൻ കൈമാറ്റം പെടുന്ന ശബ്ദം ഇപ്രകാരമാണ്: കള്ളൻ വരുന്നത് പോലെ.
കള്ളനെ പോലെ വരും. പ്രിയമുള്ളവരെ, കള്ളൻ കടന്നു വരുന്നത് അവൻ വിലപിടിപ്പുള്ളതിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പുറംപറമ്പിൽ കിടക്കുന്ന അവൻ തകരയും പാട്ടയും ഒന്നും പറക്കുവാൻ വേണ്ടി അല്ല വരുന്നത്. പിന്നെയോ വിലപിടിപ്പുള്ളത് എന്തുണ്ടോ അതിനെ കൊണ്ടുപോകുവാൻ വേണ്ടി, വിലപിടിപ്പുള്ളത് എന്തുണ്ടോ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആമേൻ കള്ളൻ കടന്നു വരുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ ഒരു ഉറപ്പുണ്ടാകട്ടെ, നമ്മെ ചേർക്കുവാൻ വേണ്ടി ആമേൻ ആ അരുമനാഥൻ കടന്നു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഓർക്കുക, ആമേൻ വിലപിടിപ്പുള്ള നിന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി തന്റെ ചങ്കിലെ ചോര കൊടുത്ത്, തന്റെ രക്തം കൊടുത്ത് ആമേൻ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ ചേർക്കുവാൻ വേണ്ടി നമ്മുടെ അരുമനാഥൻ വരിക തന്നെ ചെയ്യും. ആമേൻ. നമ്മെ ചേർക്കുവാൻ വേണ്ടി ആമേൻ രക്തം കൊടുത്ത്, വചനം പറയുന്നത് ഇപ്രകാരമാണ്, വിലയേറിയ രക്തം, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മെ നേടിയ ആ സ്വർഗം നമ്മെ ചേർക്കുവാൻ വേണ്ടി എത്രയും വേഗം വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സഖറിയ പ്രവാചകൻ വചനത്തിന്റെ അകത്ത് കൈമാറ്റം ചെയ്ത ഇപ്രകാരമാണ്, അവൻ കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരും, അവന്റെ പാദം ഒലിവുമലയിൽ ചവിട്ടും. നോക്കണമേ, അവൻ എന്റെ യേശുപ്പച്ചന്റെ വരവിനെ പറ്റി പറയുകയാണ്. കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. തെക്കൻ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഇതേ ദൂതനെ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ആമേൻ സ്വർഗം ഇറങ്ങി വരിക തന്നെ ചെയ്യും. നോക്കണമേ, പ്രധാന ദൂതന്റെ ശബ്ദം, കർത്താവ് താൻ ഗംഭീര നാദത്തോടുകൂടി. ഗംഭീരനാദം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആമേൻ ഒരു ആജ്ഞയുടെ വിളംബരം പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഗംഭീര നാദം എന്ന് പറയുന്നത്. ആമേൻ. അത് അധികാരത്തിന്റെ ശബ്ദമാണ് ഗംഭീരനാദം പുറപ്പെടുവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. സുവിശേഷം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അകത്ത് ലാസറിനെ പറ്റി പറയുമ്പോൾ, കല്ലറയ്ക്കകത്ത് കിടന്ന ലാസർ മരിച്ച് ദ്രവത്വം പ്രാപിച്ച് മരിച്ച് 3 ദിവസം കഴിഞ്ഞ് അവൻ നാറ്റം വെച്ച ആ ലാസർ, ദിവസങ്ങൾ കഴിഞ്ഞ ആ ലാസറിന്റെ കല്ലറയ്ക്കകത്തേക്ക് ഒരു ദൈവിക ശബ്ദം ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മരിച്ചവൻ പുറത്തു വന്നു, ആ ലാസർ പുറത്തു വന്നു. അതുപോലെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുന്ന സമയത്ത് എന്താണ് പ്രിയമുള്ളവരെ സംഭവിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ച് മണ്ണോട് ചേർന്ന് ദ്രവത്വം പ്രാപിച്ചവർ അവൻ ആ ശബ്ദത്തിന്റെ അകത്ത് ഉയർത്ത് എഴുന്നേൽക്കും. ആ ദൈവിക ശബ്ദത്തിന്റെ അകത്ത് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. തീർന്നില്ല. അടുത്തത് പറയുകയാണ്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഉയർത്തെഴുന്നേറ്റ്, ഗംഭീരനാദത്തിന്റെ അകത്ത് കേട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്രകാരം പറന്നു പോകുന്ന ആ വിശുദ്ധന്മാരെ തടയാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ തകർക്കുവാൻ വേണ്ടി പ്രധാന ദൂതൻ ഇറങ്ങുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലവും ഇതിന്റെ അകത്തൊരു ദൂത് പറയട്ടെ, നീ ക്രിസ്തുവിൽ പ്രാപിച്ചത്, ക്രിസ്തുവിൽ നിന്ന് നേടിയെടുത്ത ചിലതിനെ തകർക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നതിന്റെ അകത്തും ഈ പ്രധാന ദൂതൻ ഇറങ്ങുക തന്നെ ചെയ്യും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഈ പ്രധാന ദൂതനായ മിഖായേൽ ഇറങ്ങുക തന്നെ ചെയ്യും. അടുത്തത് പറയാണ്, ദൈവത്തിന്റെ കാഹളത്തോടു കൂടി. ഈ കാഹള ശബ്ദം മുഴങ്ങുമ്പോഴാണ് ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന നാം ആ കാലഘട്ടങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ അപ്പന്റെ വരവ്, അടുത്ത നിമിഷങ്ങളിൽ അപ്പന്റെ വരവ് വെളിപ്പെടുകയാണെങ്കിൽ, ആ കാഹള ശബ്ദം കേൾക്കുന്ന സമയത്ത് ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന നാം അപ്പനോടുകൂടി ചേർന്ന് പറന്നു പോകുവാൻ വേണ്ടി, അപ്പനോടുകൂടി ചേർന്ന് പറക്കുവാൻ വേണ്ടി നമ്മൾ ആ കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതിന്റെ അകത്ത് മുഴങ്ങുക തന്നെ ചെയ്യും. ആകയാൽ ഈ ദിവസങ്ങൾ ഒരുങ്ങുവാൻ തയ്യാറാകുക. ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് സമർപ്പിക്കുവാൻ തയ്യാറാകുക. കാഹളത്തിന്റെ ശബ്ദം ഞാൻ എന്ന് കേൾക്കുന്നു, കാഹളത്തിന്റെ ശബ്ദം എന്റെ കാതിൽ എപ്പോൾ മുഴങ്ങുന്നു, അന്ന് പറന്നുപോയി എന്റെ പ്രിയനോടൊപ്പം ചേരുവാൻ, എന്റെ പ്രിയനോടൊപ്പം നിൽക്കുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവസന്നിധി ഒരുങ്ങാം. പ്രിയമുള്ളവരെ, കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഊർപ്പിക്കാം. ആകയാൽ
മദ്യപാനത്തിലും ഉപജീവന ചിന്തയ്ക്കകത്തും ഭക്ഷണ പ്രിയത്തിന്റെ അകത്തും കെണിപ്പെട്ട് ആ ദിവസം കെണി പോലെ വരാതിരിപ്പാൻ പ്രിയമുള്ളവരെ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആമേൻ. ഈ ജീവിതത്തിന്റെ അകത്ത് ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾക്കകത്ത് ഒരു ഉറപ്പുണ്ടാകട്ടെ. ഭൗതിക മേഖലകൾക്കകത്തുള്ള സുഖ സൗകര്യങ്ങൾ നേടിക്കൊണ്ട്, ഭൗതിക മേഖലകൾക്കകത്തുള്ള ചില സുഖങ്ങൾ നേടിക്കൊണ്ട് ആമേൻ അപ്പന്റെ വരവിനെ ഞാൻ അപ്പന്റെ വരവിന്റെ അകത്ത് എടുക്കപ്പെടുന്നതിനെ ഞാൻ നഷ്ടമാക്കത്തില്ല. വചനത്തിന്റെ അകത്ത് കൈമാറ്റം ചെയ്യുന്ന ശബ്ദം ഇപ്രകാരമാണ്. അവൻ ബുദ്ധിയുള്ളവർ വിളക്കിനോട് കൂടെ എണ്ണയും എടുത്തു. പ്രിയമുള്ളവരെ, വിളക്കുണ്ടായിട്ട് കാര്യമില്ല, അവൻ ഒരുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അപ്പന്റെ വരവിന്റെ അകത്ത് വിളക്കിനോട് കൂടെ എണ്ണയും ഉണ്ടെങ്കിൽ അവൻ കത്തിത്തീർന്നു പോകുന്നതിനെ അല്ല, വീണ്ടും കത്തിജ്വലിക്കുന്ന അപ്പന് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാണ് എന്റെ സ്വർഗം അവൻ വാനമേഘത്തിങ്കൽ വരുന്നത്. ആകയാൽ ഒരുങ്ങാം പ്രിയമുള്ളവരെ. വിശുദ്ധിയെ തികച്ചുകൊണ്ട് അപ്പൻ കൈമാറ്റം ചെയ്ത കൽപ്പനയ്ക്കകത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങുവാൻ തയ്യാറാകാം. കാഹളത്തിന്റെ ശബ്ദം ഞാൻ എന്റെ കാതിൽ കേൾക്കുക തന്നെ ചെയ്യും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറന്നുയരുക തന്നെ ചെയ്യും. ആമേൻ. സ്വർഗീയ ശബ്ദത്തിന്റെ അകത്ത് പറന്നുയരുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗാരോഹണത്തിന് 2 ഘട്ടമുണ്ടായിരുന്നു അല്ലെ? നമുക്കറിയാം, യേശുപ്പച്ചൻ അവൻ സ്വർഗാരോഹണം ചെയ്ത ആ സമയത്ത് 2 ഘട്ടമുണ്ടായിരുന്നു. ഒന്നാമതായി നമുക്കറിയാം, അവൻ യേശുപ്പച്ചൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറുദീസയിൽ വിശ്രമിക്കുന്ന പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ആത്മാക്കളെയുമായി എന്റെ യേശുപ്പച്ചൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന ഒരു കാര്യം അവൻ സുവിശേഷത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കരേറിപ്പോകുന്ന സമയത്താണ് മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് യേശു കാണുന്നത്. വലിയൊരു പ്രോജക്റ്റുമായി വലിയ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു ടൈറ്റ് ഷെഡ്യൂളുമായി എന്റെ യേശു അപ്പച്ചൻ പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരുടെ പറുദീസയ്ക്കകത്ത് നിന്ന് അവരുടെ പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരുടെ ആത്മാവിനെ കരങ്ങൾ കയറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്ന ആ ടൈറ്റ് ഷെഡ്യൂളിന്റെ അടുത്ത് കല്ലറയിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയത്തിന്റെ മുമ്പിൽ എന്റെ യേശു അപ്പച്ചൻ നിന്നു. പ്രിയരെ, ഏത് വിഷയത്തിന്റെ അകത്ത് നിന്നെ പ്രതിസന്ധികൾക്കകത്താണെങ്കിലും നീ അപ്പന്റെ മുമ്പിൽ കരയുവാൻ തയ്യാറായാൽ, അപ്പന്റെ മുമ്പിൽ നിന്റെ വിഷമത്തെ പങ്കുവെക്കുവാൻ തയ്യാറായാൽ എന്റെ യേശു അപ്പച്ചൻ അവിടെ നിൽക്കും. നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്തോ, നിന്നോട് സംസാരിക്കേണ്ടതെന്തോ അത് സംസാരിച്ച് നീ നിരാശപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് നിന്നെ ഉറപ്പിക്കുന്ന ഒരു സ്വർഗമാ ഇന്ന് രാത്രികാലം നിങ്ങളോട് കൂടെ ഉള്ളതെന്ന്, അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാ കൂടെ ഉള്ളതെന്ന് നിരാത്രികാലം വിശ്വസിക്കുവാൻ തയ്യാറാകും. പ്രിയമുള്ളവരെ, എന്റെ നിരാശപ്പെടുത്തുന്ന വിഷയത്തിന്റെ അകത്തും എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനുശേഷം യേശു മറിയത്തോട് പറയുന്നത് ഇപ്രകാരമാണ്: മറിയേ, നീ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. വലിയൊരു ദൗത്യമായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. എങ്കിലും നിന്റെ കണ്ണുനീർ കണ്ടപ്പോൾ, നിന്റെ നിലവിളി കേട്ടപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അടുത്ത ഭാഗം വരുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാർ പേടിച്ച് ഇരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്. അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി അവർ യേശുവിനെ തൊട്ട് തന്റെ ആണിപ്പഴുതേറ്റ ഭാഗങ്ങൾക്കകത്ത്, മുറിവേറ്റ ഭാഗങ്ങൾക്കകത്ത് തൊട്ട് വിരലിട്ട് ഉറപ്പിച്ച് ഒരു ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. നോക്കണമേ, ആദ്യ ഭാഗം പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ പോയിട്ടില്ല, എന്നെ തൊടരുത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ യേശു അപ്പച്ചൻ അതിനുശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് വിശുദ്ധന്മാരുമായുള്ള കാര്യങ്ങൾ എന്തോ കൈമാറ്റം ചെയ്ത പഴയ നിയമത്തിന്റെ ഒരു ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം എന്റെ യേശു അപ്പച്ചൻ വീണ്ടും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വന്നു. അതിനുശേഷമുള്ള 40 ദിവസമാണ് തങ്ങളെ വിവിധ മേഖല
മേഖലകൾക്കകത്ത് വ്യത്യസ്ത സാഹചര്യങ്ങൾക്കകത്ത് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ വചനത്തിന്റെ അകത്ത് ഉറപ്പിച്ച് ആമേൻ, നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം, ഇവിടം വിട്ട് പോകരുത്. കാരണം നിങ്ങളിപ്പോൾ ധൈര്യമില്ലാത്തവരാണ്, നിങ്ങളിപ്പോൾ ഭീരുക്കളാണ്. നിങ്ങളുടെ ഭീരുത്വം മാറുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ആമേൻ പിതാവിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ കയക്കും. അത് പ്രാപിച്ചതിന് ശേഷമേ നിങ്ങൾ യെരൂശലേം വിട്ട് പോകാവൂ എന്നുള്ള ആ ദൗത്യം എന്റെ യേശു അപ്പച്ചൻ അവർക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൈമാറ്റം ചെയ്ത് അവരെ വചനത്തിന്റെ അകത്ത് ഉറപ്പിച്ചതിന് ശേഷം, അവരെ ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് അവരെ ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ വീണ്ടും യേശു അപ്പച്ചൻ അവരിൽ നിന്ന് വീണ്ടും സ്വർഗാരോഹണം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ യേശുവിന്റെ ആദ്യത്തെ വരവിന്റെ അകത്ത് ആ സ്വർഗാരോഹണത്തോടുള്ള ബന്ധത്തിൽ 2 ഘട്ടം ഉണ്ടായതുപോലെ യേശുവിന്റെ രണ്ടാം വരവിന്റെ അകത്തും 2 ഘട്ടമുണ്ട്. ഒന്ന് മേഘപ്രത്യക്ഷതയും, 2 മഹത്വപ്രത്യക്ഷതയും. ഒരിക്കൽ കൂടി ഞാൻ ആ പദം പറയുന്നു. ഒന്ന് മേഘപ്രത്യക്ഷതയും, 2 മഹത്വപ്രത്യക്ഷതയും. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവിക കൽപ്പന അനുസരിച്ച്, ദൈവിക വാക്തത്വം അനുസരിച്ച്, ദൈവിക വിശുദ്ധിക്കകത്ത് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി അത് മേഘപ്രത്യക്ഷതയ്ക്കകത്ത് എന്റെ പിതാവ് സ്വർഗം കടന്നു വരും. തീർന്നില്ല. അടുത്തത് മഹത്വപ്രത്യക്ഷതയാണ്. മഹത്വപ്രത്യക്ഷത ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധന്മാരുമായി, ചേർക്കപ്പെട്ട വിശുദ്ധന്മാരുമായി 7 വർഷം കഴിഞ്ഞതിന് ശേഷം ഉയരത്തിൽ നിന്ന് വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന ഒരു സുദിനം. ഈ ദർശനത്തെയാണ് ഹാനോക്ക് കണ്ടിട്ട് പറയുകയാണ്, 1000 വിശുദ്ധന്മാരുമായി എന്റെ സ്വർഗം ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. 1000 വിശുദ്ധന്മാരുമായി സ്വർഗം ഇറങ്ങി വരുന്ന ഒരു ദർശനത്തെ അതിന്റെ അകത്ത് ഹാനോക്ക് ദർശിച്ചിട്ട്, അതേ ദർശനത്തെ യൂദാ തന്റെ ലേഖനത്തിന്റെ അകത്ത് തന്റെ ലേഖനത്തിന്റെ അകത്ത് എഴുതി ചേർക്കുകയാണ്. അതാ പിതാവ് 1000 വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രികാലം ഉറപ്പിക്കട്ടെ, എന്റെ യേശു അപ്പച്ചൻ എന്നെ ചേർക്കുവാൻ വരുവാൻ സമയമായി. അവിടുന്ന് എന്നെ ചേർക്കുവാൻ വരുവാൻ സമയമായി. ആകയാൽ പ്രിയമുള്ളവരെ, നാം ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പന്റെ വരവിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സമയം ഇതാണ് പ്രിയമുള്ളവരെ. ഇതാ സുപ്രസാദകാലം, ഇത് രക്ഷാ ദിവസം. ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ അകത്ത് ഉറച്ച്, വിശുദ്ധിക്കകത്ത് ദൈവിക രാജ്യത്തിന്റെ അംഗമായി തീരുവാൻ അപ്പന്റെ ആ നാടിന്റെ അകത്തേക്ക് അപ്പൻ കൈമാറ്റം ചെയ്ത ശബ്ദം ഇപ്രകാരമാ: എന്റെ അപ്പന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത്, വചനം ശ്രദ്ധിക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് എത്രയും വേഗം വരിക തന്നെ ചെയ്യും. എന്റെ യേശു അപ്പച്ചൻ പറഞ്ഞ വാക്തമാ പ്രിയമുള്ളവരെ. അവിടുന്ന് വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല. ആമേൻ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇത്രയും നാളായല്ലോ, ഇത്രയും കാലമായല്ലോ ഈ വാക്തത്വം പറഞ്ഞിട്ടും, ഈ വാക്തത്വം കൈമാറ്റം ചെയ്തിട്ടും എന്റെ യേശു വന്നില്ല. പത്രോസിന്റെ ലേഖനത്തിന്റെ അകത്ത് പറയുന്നത് പ്രകാരമാണ്, ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ അപ്പന്റെ വരവിന് ഒട്ടും താമസമില്ല. സ്നേഹിത, നാമും കൂടെ രക്ഷിക്കപ്പെടുവാൻ ഈ കേൾക്കുന്ന പ്രിയവിധലെ നിങ്ങൾ ഒരുപക്ഷെ ഈ രക്ഷ കരസ്ഥമാക്കുവാൻ വേണ്ടി യാദൃശ്യമായി ഫേസ്ബുക്കിന്റെ അകത്ത് കയറിയപ്പോൾ ഈ വചനം ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ വിവിധ മാധ്യമത്തിന്റെ അകത്തൂടെ നിങ്ങൾ കയറിയപ്പോൾ യാദൃശ്ചികയായിരിക്കാം ഒരുപക്ഷെ ഈ ശബ്ദം നിങ്ങൾ കേട്ടത്. ഓർക്കുക, നിങ്ങളെ സ്വർഗ്ഗത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളെ കൂടെ നേടുവാൻ വേണ്ടി ആണ് എന്റെ യേശു അപ്പച്ചന്റെ വരവിന് താമസം എന്ന് ചിന്തിക്കുക. ആകയാൽ നാളും നാഴികയും അറിയാക്കമുണ്ട്. നമ്മൾ ഒരുങ്ങിയിരിക്കാൻ തയ്യാറാകുക പ്രിയമുള്ളവരെ. വചനത്തിന്റെ അകത്ത് ഇപ്രകാരമാ പറയുന്നത്, 2 പേർ കിടക്കയിലായിരുന്നു, അതിൽ ഒരാൾ എടുക്കപ്പെട്ടു. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ അതിൽ ഒരാൾ എടുക്കപ്പെട്ടു, മറ്റേ ഒരാൾ തള്ളപ്പെട്ടു. 2 പേർ നിലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൽ ഒരാൾ തള്ളപ്പെട്ടു,
മറ്റൊരാൾ എടുക്കപ്പെട്ടു. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ വചനത്തിന്റെ അകത്ത് ഞാൻ നിങ്ങളോട് കൈമാറ്റം ചെയ്യുന്ന ശബ്ദം, ആമേൻ, ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ആമേൻ, ആ വിശുദ്ധിക്കകത്ത്, ആ ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് നമുക്ക് ഒരുങ്ങുവാൻ തയ്യാറാകാം. ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് നമുക്ക് ഒരുങ്ങാൻ തയ്യാറാം പ്രിയമുള്ളവരെ. ആമേൻ. ദൈവത്തിന്റെ അപ്പന്റെ വരവിന്റെ ശബ്ദം ആ മാറ്റലുകളിൽ കാതിൽ കേൾക്കുന്ന ഓരോ നിമിഷങ്ങളിലും അപ്പന്റെ വരവിന്റെ ശബ്ദം കാതിൽ കേൾക്കുന്ന ശബ്ദത്തിൽ ഞാൻ പറന്നു പോകുമെന്നുള്ളത്, ഞാൻ പറന്നുപോയി അപ്പന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് വിശ്രമിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മെ ഭരിക്കുമാറാകട്ടെ. അമേൻ. എന്റെ അപ്പന്റെ വരവിന്റെ ശബ്ദം, അമേൻ, ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പന്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പന്റെ വരവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ. ആമേൻ. ഞാൻ എൻ്റെ വിശുദ്ധിയെ, ആമേൻ, ഈ ജീവിതത്തിന്റെ അകത്ത് കാത്ത് സൂക്ഷിക്കുക തന്നെ ചെയ്യും. താമരയുടെ നിലനിൽപ്പ് പോലെ നമുക്ക് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരിക്കലും താമര നിൽക്കുന്നത് ചേറിന്റെ അകത്താണെങ്കിലും താമര ഒരിക്കലും പറയത്തില്ല ഞാൻ നിൽക്കുന്നത് ചേറിലാണ്, അതുകൊണ്ട് അമ്മൻ എൻ്റെ ശരീരത്തിന്റെ അകത്ത് ചേർ പുരളും എന്ന് ഒരിക്കലും താമര പറയത്തില്ല. അമ്മൻ അതിൻ്റെ അകത്തും താൻ തന്റെ വിശുദ്ധിയെ കാത്ത് സൂക്ഷിക്കും. വരവ് ഏറ്റവും ആമേൻ അഗതമായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുങ്ങാം, അപ്പന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അമേൻ. ദൂതന്മാരുമായി, അമേൻ, പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരുമായി അപ്പന്റെ സാന്നിധ്യം കുതിക്കുന്ന തലമുറയ്ക്കകത്ത് അമേൻ നമ്മളും ഉണ്ടാകുവാൻ ഈ കാലഘട്ടത്തിന്റെ അകത്ത് അമേൻ വാതിലടയ്ക്കുവാൻ സമയമായിരിക്കുമ്പോൾ, അമേൻ വാതിലടയ്ക്കുവാൻ സമയമായിരിക്കുമ്പോൾ നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ. അപ്പന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ തയ്യാറാകാം. നോഹയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലഘട്ടം വരുമ്പോൾ, നോഹയുടെ കാലഘട്ടത്തിന്റെ അകത്ത് എന്താണ് സംഭവിച്ചത്? അമേൻ ആ കാലഘട്ടത്തിന്റെ അകത്ത് അമേൻ നോഹ കൈമാറ്റം ചെയ്ത ശബ്ദം, അമേൻ വലിയ പ്രളയം വരുന്നു, വലിയ പ്രളയം വരുന്നു എന്ന് നോഹ ആ ദൂത് കൈമാറ്റം ചെയ്തപ്പോൾ അതിനെ കേൾക്കുവാൻ ആരും തയ്യാറായില്ല. അവർ അമേൻ തങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അവർ തങ്ങളെ തന്നെ തകർത്തുകൊണ്ട് അവർ തങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലകൾക്കകത്ത് അവർ ചലിച്ചു, ആ മേഖലകൾക്കകത്ത് അവർ നടന്നുപോയി. എന്നാൽ നമുക്കറിയാം അമേൻ ഒരു ദിവസം അമേൻ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. പെട്ടകത്തിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അമേൻ നമുക്ക് ഒരിക്കലും അതിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഈ ദിവസങ്ങളിൽ അമേൻ വാതിൽ അടയ്ക്കാൻ സമയമായിരിക്കുമ്പോൾ കാലങ്ങളും ലോകത്തിന്റെ സംഭവങ്ങളും എല്ലാം എന്റെ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഈ സാഹചര്യങ്ങൾക്കകത്ത് നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ. അപ്പന്റെ വരവിന് വേണ്ടി, അപ്പന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ, അപ്പന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് ഒരുങ്ങുവാൻ തയ്യാറാകട്ടെ. അമേൻ. എന്റെ അപ്പന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുക തന്നെ ചെയ്യും. അമേൻ. ഈ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. എന്റെ കുടുംബത്തിന്റെ അകത്ത് എന്റെ പപ്പ അല്ലെങ്കിൽ എന്റെ മാതാവ്, എന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, അവർ അമേൻ ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് ചലിക്കുന്നത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. അമേൻ ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് എന്റെ മക്കൾ അമൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. രക്ഷ വ്യക്തിപരമാണ്. അമൻ ദൈവം വിളിക്കുന്നത്, അമൻ ദൈവം എടുക്കുന്നത്, അമൻ വ്യക്തിപരമായിട്ടാണ് അമൻ എടുക്കുന്നത്. അമൻ ആ ദിവസങ്ങളിൽ നമ്മൾ നമ്മെ നിരാശയ്ക്ക് കാരണമായി തീരാതിരിപ്പാൻ, നിരാശയ്ക്ക് കാരണമായി തീരാതിരിപ്പാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാന്നിധ്യത്തിന്റെ അകത്ത് അമൻ അപ്പന്റെ കരങ്ങളിൽ അമർന്ന് അപ്പന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിൽക്കാം. അപ്പ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ, വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. അപ്പനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പന്റെ വരവിനെ ഒരുങ്ങുവാൻ കഴിയാതെ എന്റെ ജീവിതത്തിന്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന കറകളെ, പാപ സ്വഭാവങ്ങളെ, അപ്പൊ അപ്പനുമായി എടുക്കുവാൻ കഴിയാതെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന കയ്പുകളെ ഇന്ന് രാത്രികാലം ഏറ്റുപറയുവാൻ വേണ്ടി, അവയെ ഉപേക്ഷിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറാകുകയാണ്. ഉപേക്ഷിക്കുന്നവനെ ചേർക്കുവാൻ വേണ്ടി എന്റെ സ്വർഗം വരികയാണ്. അവൻ പാപിയെ തേടി വന്ന അവൻ എന്റെ യേശു അപ്പച്ചൻ ഇനി വരുന്നത് പാപമില്ലാത്ത വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്, പാപമില്ലാത്ത വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. ആകയാൽ അവൻ പാപത്തെ, അതിന്റെ ലാഘവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവ ത്തിന്റെ അകത്ത്, ദൈവികത്തിന്റെ അമേൻ സ്നേഹത്തിന്റെ അകത്ത് നിലനിൽക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാല ഈ കെട്ട വചനത്തിന്റെ അകത്ത് ഒരു നിമിഷം സമർപ്പിക്കുവാൻ തയ്യാറാകുമോ പ്രിയമുള്ളവരെ? എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി തന്റെ ചങ്കിലെ ചോര അവൻ ഊറ്റിത്തന്ന സ്വർഗം, എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്ന സ്വർഗം എന്നെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും വരികയാണ്, എന്നെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും വരികയാണ്. ആകയാൽ ആ മണവാളനെ എതിരേൽപ്പാൻ, ആ മണവാളനെ എതിരേൽപ്പാൻ ഞാൻ ഒരുക്കി കാത്തിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധ
വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ അവൻ കാത്തിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പനോടൊന്ന് പറഞ്ഞു തുടങ്ങിക്കാട്ടെ. അപ്പനെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പലപ്പോഴും എന്റെ ചിന്തകൾക്കകത്ത്, എന്റെ വിചാരങ്ങൾക്കകത്ത്, എന്റെ നിരൂപണങ്ങൾക്കകത്ത് ചലിച്ചു പോയ സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ അകത്ത് എന്നെ തന്നെ സമർപ്പിച്ച് അപ്പന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. കാഹളത്തിന്റെ ശബ്ദം ആര് കേട്ടില്ലെങ്കിലും ഞാൻ എന്റെ കാതിൽ കേൾക്കുക തന്നെ ചെയ്യും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉയരുക തന്നെ ചെയ്യും. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ വരുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടു കൂടി വരുമ്പോൾ, കാഹളത്തിന്റെ ശബ്ദം ഞാൻ എന്റെ കാതിൽ കേൾക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. ആ മേഘപ്രത്യക്ഷതയ്ക്കകത്ത് കാണുവാൻ, ആ മേഘപ്രത്യക്ഷതയ്ക്കകത്ത് അപ്പനോടുകൂടി ചേർന്ന് അപ്പന്റെ രാജ്യത്തിന്റെ അകത്ത് അപ്പന്റെ മണവാട്ടിയായി അവൻ കളങ്കമില്ലാത്തവരായി നിലനിൽക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കുവാൻ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നമുക്കപ്പനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രിയപിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും സ്വർഗ്ഗം ഞങ്ങളോട് സംസാരിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനാദിനി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിന്റെ വരവിനെ പറ്റി, അപ്പന്റെ വരവിനെ പറ്റി സംസാരിപ്പാൻ ദൈവകൃപ നൽകി തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞങ്ങളുടെ അഭിഷിക്തന്മാർ ഈ വിഷയത്തെ പറ്റി അധികാരിമായി ഞങ്ങളോട് സംസാരിച്ചു. കർത്താവെ, സംസാരിച്ച അഭിഷിക്തന്മാരെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കേൾക്കപ്പെട്ട ഈ ദൈവിക വചനത്തിന്റെ അകത്ത് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അപ്പന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അപ്പന്റെ വരവിന് വേണ്ടി കർത്താവെ ഒരുങ്ങുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന, അതിന് വിരോധമായി ഞങ്ങളിൽ തന്നെ ഫൈറ്റ് ചെയ്തിരിക്കുന്ന സകല പാപ സ്വഭാവങ്ങളെയും, സകല ജഡിക ചിന്തകളെയും, സകല ലോകത്തിന്റെ മോഹങ്ങളെയും ഇന്ന് രാത്രികാലം ഞങ്ങൾ മനഃപൂർവ്വമായി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു. അപ്പൊ അവിടുന്ന് വിശുദ്ധനാകിയാൽ ഞങ്ങളെ കർത്താവെ വിശുദ്ധനാകുവീൻ എന്ന് പറഞ്ഞ തിരുവചന പ്രകാരം ഞങ്ങൾ കർത്താവെ അങ്ങേ വിശുദ്ധന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയത്തില്ല. ഞങ്ങൾ അപ്പന്റെ മുഖം കാണുവാൻ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുമ്പോൾ വിശുദ്ധരായി നിന്നുകൊണ്ട് വിശുദ്ധിയെ തികച്ച് ഞങ്ങളുടെ പ്രത്യാശ തീരത്ത് എത്തിച്ചേരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരോധമായി നിൽക്കുന്ന സകല ജഡത്തെയും, സകല പാപ സ്വഭാവത്തെയും ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. കർത്താവെ, ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കർത്താവെ, മനഃപൂർവ്വമായി ഉപേക്ഷിക്കുന്നു. കൽപ്പനകൾ അനുസരിപ്പാൻ, അപ്പന്റെ രാജ്യത്തിന് വേണ്ടി ചേരുവാൻ, അങ്ങയുടെ മകനായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.